ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കല്ലുമ്മക്കായ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാരിനേഷൻ ചെയ്തെടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് മാരിനേഷൻ ചെയ്യാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് കേട്ടോ ഉള്ളിയും കൂടി വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചധികം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കല്ലുമ്മക്കായലുള്ളൂ, അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള മതി. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും അത്യാവശ്യം നല്ല എരിവുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്രീനും റെഡും ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. അതും ഒന്ന് ഹാഫ് കുക്കാകുമ്പോൾ ഇതിലേക്ക് മല്ലിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് സമൂസ ഷീറ്റാണ്. ഞാനിവിടെ ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ ഹാഫാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ 3 സൈഡും ഇതുപോലെ മൈദയുടെ പശ ഒന്ന് ആക്കി കൊടുക്കാം. വെള്ളത്തിലൊന്നും മൈദ കലക്കുന്നില്ല, അതാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മസാല വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത്യാവശ്യം മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് കുത്തി നിറക്കണ്ട, അപ്പോൾ പൊട്ടിപ്പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവ് ആക്കിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ മൈദ മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. മൈദ മിക്സ് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞോ, അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 2 ഭാഗം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വെക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ കല്ലുമ്മക്കായ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് കോക്ടെയിലാണ്. ഞാനിവിടെ ക്യാരറ്റ് പുഴുങ്ങിയതും എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് ഫ്രോസൺ മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അനാറുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതാ കടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്. അപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സമൂസ, കായട, കോളിഫ്ലവർ ബജി, പിന്നെ നമ്മുടെ സ്നാക്കുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.